വണ്ടി വളഞ്ഞപ്പോ ലിപ്ലോക്കൊക്കെ അടിച്ചിട്ടായിരിക്കും. വെൽക്കം വെൽക്കം വെൽക്കം. എന്റെ കൂടെ ഇല്ലേ ചെറുപ്പം മുതലൊരു നായിണ്ട്. ഓൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന് പുതിയ പുതിയ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം. ഓന് ഭയങ്കര ടെക്നിയല്ല, എന്താ ആ സാധനത്തിന് പറയാ, ടെക്കി. അവൻ അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാന്തനാ. ഫോണ്, ലാപ്ടോപ്പ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പില് ആദ്യമായിട്ട് ഒരു ഫോൺ എടുത്തത്, അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ഐഫോൺ എടുത്തത്, അത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് സോണീന്റെ ഒരു ക്യാമറ എടുത്തത് ഒക്കെ ഓനാണ്. ഓന് പണ്ട് മുതലേ നല്ല കൂടുതലാണ്. അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്ങില് ആദ്യമായിട്ട് ഓനിന്ന് കാർ എടുക്കുക. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് കേക്ക് പറഞ്ഞു വെച്ചിരുന്നത്. ഞമ്മക്കപ്പോൾ കേക്ക് ഒരു കാറാണ്. എന്റെ ചക്കന് വണ്ടി വാങ്ങാണ്. ഇപ്പണ്ടല്ലോ ഇപ്പന്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നില്ല ഇപ്പം കല്യാണം കഴിക്കുന്നു. അപ്പൊ നമ്മള് വിചാരിച്ചു ഈ കാറ് വാങ്ങിക്കണ പരിപാടി അങ്ങോട്ട് ഒരു കല്യാണം മാതിരി, താലി കെട്ടണതിന് പകരം ചാവി കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇട്ടുതിരിക്കുക. കല്യാണത്തിലേക്ക് ഇതൊക്കെ തന്നെ. വേറൊരു കാര്യം അറിയോ, ഇത് ഈ വണ്ടി വാങ്ങിച്ചിട്ട് ദുബായി പോകും. പിന്നെ ആ വണ്ടി ആർക്കാ, ഇവിടെ വേറെ ആരും ഓടിക്കല്ലേ, ഇതിന്റെ ബാറ്ററി കേട് വരില്ലേ, അതുകൊണ്ടാണ്. അല്ലാത്തോണ്ടല്ല കേട്ടോ. എന്നാലും നാരങ്ങ വാങ്ങിട്ടോ. അവിടെ ഈ കഴുതകളൊക്കെ ഡോറ് തുറന്നിട്ട് പോയി ബാക്കിലൊരു വണ്ടി വന്നാൽ ഞാൻ എന്തൊക്കെ ഈസിയും പോണു. അവിടെ ചേട്ടാ മാലപ്പുറക്കുണ്ടാവും. അതെത്ര മണി പാളി കഴിച്ചു. 4 മണിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ 4:10 അവൻ ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളാണ് പിന്നെയും ഭേദം. കാരണം നമുക്ക് കുറെ പണി ഉണ്ടായിട്ട് നമ്മൾ ഈ സമയത്ത് എത്തി. ബാക്കിയുള്ളവരൊക്കെ ഓൺ ദ വേ ആണ്. 10 മിനിറ്റ് ലേറ്റ് ആവും. ഇന്ന് പിന്നെ നമ്മുടെ ഡെലിവറി മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലപ്പറക്ക എവിടുന്ന് പൊട്ടിക്കും. അതാണ് എന്താ ചെയ്യാ, വണ്ടിയൊക്കെ വണ്ടിന്റെ ഏതെങ്കിലും ഒരു വണ്ടിയും കൂടി കത്തിക്കാം. KGF ലെവലാവട്ടെ വണ്ടിയാണ്. എന്റെ മോനാനും കൂട്ടുകാരെ വരാനുള്ളൂ. എന്റെ ഡെലിവറി അയാളുടെ ഡെലിവറിയാണ്. ഞാനിവിടെ വന്നിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുക. എന്റെ ആവശ്യം പോയി. എനിക്ക് എല്ലാത്തിനും അവിടെ ക്യാമറ താഴ്ത്തിട്ട് എല്ലായിടത്തും ഹായ് പറയടാ. ഞാൻ KRന്റെ വ്ളോഗ് എടുക്കാൻ വന്നില്ല, അവന്റെ പിന്നെ പോടാ. ഒരിത്തിരി വെയിറ്റ് ആയി. ഉമ്മാർക്ക് ആർക്കും കൃത്യനിഷ്ഠയില്ല, ഒന്നും വിചാരിക്കരുത്. ആരാ പറയുന്നത്? ഞാനൊക്കെ ഓൺ ടൈമിൽ നീ എത്ര ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ട്? എന്റെ കണ്ടന്റ് മൊത്തം ഇവനെ വെച്ചിട്ടാണ്. ഓ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ടോന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. അതവനാണ്. ഞാൻ എന്നെ ഷൂട്ട് ചെയ്യാം, നീ എന്നെ ഷൂട്ട് ചെയ്യും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കളിക്കാം. ടെക്കി ഞാൻ പറഞ്ഞില്ലേ, ടെക്കി ഫുണ്ടാ. ആന്റീനെയും കൊണ്ടാ ജനിച്ചത്. വിരൽ, മുച്ചാണി വിരൽ. ഞാൻ പറഞ്ഞില്ലേ റവീന്റെ കല്യാണം ഒന്നും നടക്കില്ല. മുണ്ട കൊടുത്ത് വന്നിക്കുന്നുണ്ടോ കല്യാണം വിചാരിച്ചതാണ്. പൈസ കുറച്ച് കുറവുണ്ട്. റോൾ ചെയ്യാൻ പൈസ ഉണ്ടോ? ഒരു 73 ലക്ഷം. ഒരു വണ്ടി ഒരു 2 കൊടുത്തു. പണപ്പെട്ടി 25 ലക്ഷം രൂപയുടെ വണ്ടി ആകെ സൈറ്റ് 2 രൂപയുടെ പേരാ. ഞാൻ ഒരു റോളക്സ് ഒക്കെ ഒരു പാർക്കറോ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു. എന്തൊരു മ്ലേച്ഛമായ ഒരു മനുഷ്യൻ. അപ്പിട്ടോ ബ്രോണെ നിങ്ങൾ? അപ്പിട്ടോ എന്താ അവരെനിക്ക് പരിചയമുള്ളവർ അപ്പിട്ടുള്ള അവർ നിങ്ങളൊക്കെ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലാവും, വയറ് ശരിയായാലേ നമ്മുടെ മനസ്സ് ശരിയാവുള്ളൂ. വെള്ള കളറാണ് ലിപ്സ്റ്റിക്. ആ ഒരു സാധനം വരില്ലേ, നക്കി നോക്കിയതാണ്. ഇതാണ് ആ സാധനം.
പിന്നല്ല, എത്ര കാലായിട്ട് അറിയോ. പരിപാടി വാങ്ങാം. കമോൺ. വണ്ടി ഡെലിവറിക്ക് ബനിയൻ ഫസ്റ്റ് കൂടും തലയോട്ടിയൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ. ആ ഷൂ ആണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടായിരുന്നത്. 2 മാസമായിട്ട് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഷൂ ആണ്. മൈ ഡാഡ്. എല്ലാ പൂജയ്ക്കും ഒരു പൂജാരി പോലെയാണ് എല്ലാ കാർ ഡെലിവറിക്കും വിനോട്ടൻ. എല്ലാവരുടെയും ഡെലിവറി നാരങ്ങയുടെ മുകളിൽ കൂടെ ടയർ നീങ്ങുമ്പോൾ അത് വിനോട്ടനായിരിക്കും. ശാന്തി കത്തിച്ചോണ്ടിരിക്കുമ്പോ കൊറേ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 4 വട്ടത്ത് ഓടിയിരിക്കും. പൊട്ടാൻ തുടങ്ങി വന്നു. അത് എനിക്ക് ഈ കണ്ണിട്ടിട്ട് കാണുന്നില്ല, കത്തിയല്ലോ. അതാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കത്തിയോ ഏതാ എഞ്ചിൻ? ഏത് എഞ്ചിൻ പറഞ്ഞോടുക്ക്. ഞാൻ പറഞ്ഞ അവർക്ക് കറക്റ്റായി മനസ്സിലാവും. 1.5 ലിറ്റർ ടർബോ ചാർജ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ പവർഡ് ബൈ 7 സ്പീഡ് DCT ഗിയർ. അല്ലട ഗൊപ്പേ രാജശേഖര റെഡ്ഡി. ഞങ്ങൾ ഈ 160 PS എഞ്ചിൻ ഓടിക്കുന്ന ആൾക്കാരൊന്നും മൈലേജിനെ കുറിച്ച് സംസാരിക്കാറില്ല. അതെ, അവർ വാട്സപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ വണ്ടി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആരും എടുത്തിട്ട് പോയില്ല, പെട്രോൾ അടിക്കാൻ ഇല്ലാത്തതുകൊണ്ട്. ലെൻസ് കടിച്ചു വരിക. അപ്പൊ എല്ലാം ശുഭകരം. നഗ്നം അല്ല വിഘ്നം എല്ലാം മാറി. ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഇഷ്ടാവാതിരിക്കുമെന്ന്. ഫസ്റ്റ് ഡ്രൈവ്, ലവ് അറ്റ് ഫസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഓടിച്ച് മനസ്സ് നിറഞ്ഞു. നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. അതെ, നിറഞ്ഞു. ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അക്ഷയ്. നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം കാറ്. അപ്പൊ ഓക്കെ. ഓപ്പൺ സിം തീവണ്ടി പോണ മാതിരി പോണോ കാറ്റം വരെ. അങ്ങണ്ട ആ ബാക്ക് നിന്ന് കയറിക്കാം. എന്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കളർ. എന്റെ കഴിക്കും ഇനി പറയും. എഞ്ചിൻ നമ്പർ 1. ഇതിപ്പോ വണ്ടി എടുക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ ഞാൻ ബേസിക് ആയിട്ടൊരു പരിപാടി പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു സെഗ്മെന്റിൽ വണ്ടി നോക്കുമ്പോൾ കുറച്ച് സേഫ് ആയിട്ട് റിലയബിൾ ആയിട്ട് കുറച്ച് കാലം യൂസ് ചെയ്യാനാണെന്നാണെങ്കിൽ ഈ സെഗ്മെന്റിലെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ സെൽറ്റോസ് ആണ്. അത് കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ക്രെട്ടയുടെ പുതിയ ജനറേഷൻ ഇറങ്ങിയിട്ടില്ല. അത് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അടിപൊളിയായിരിക്കാം. അത് ഇറങ്ങി ഇങ്ങനെ ഒരു കൊല്ലത്തിനടുത്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ വണ്ടി വേണമെന്നാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ക്വാളിറ്റി ആണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും റിലയബിലിറ്റി ആണെങ്കിലും ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ സെൽറ്റോസ് ആണ്. ഞാൻ മോസ്റ്റ്ലി ഒരു വണ്ടി വാങ്ങുമ്പോൾ നോക്കുന്നത് എന്നെക്കാട്ടിലും എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വൈബ് ഉണ്ടാവണമെന്നാണ്. വൈബ് കിട്ടണം. നിങ്ങൾ ദുബായി പോയി കഴിഞ്ഞാൽ ഇതിൽ ട്രാവൽ ചെയ്യുന്നത് കൂടുതൽ ഫ്രണ്ട്സാണ്. അതേ ജീവനോക്കി വയ്ക്കും. അത് ആൾക്കാർ അങ്ങനെയല്ല, ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ അങ്ങനെ വീട്ടിൽ വെറുതെ നിർത്തി കഴിഞ്ഞാൽ ബാറ്ററി പോകും. ബാറ്ററി പോകില്ല, അതെ പൊടി പിടിക്കും. അപ്പൊ നമ്മളെ മെയിനായിട്ട് വണ്ടി എടുത്താനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പെട്രോൾ അടിക്കാൻ ലോൺ എടുക്കണം. മനസ്സിലായോ? ഞാൻ ഈ 2 മാസം കൂടെ കൂടുമ്പോൾ ദുബായി പോകുന്നത് ഇതിൽ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാക്കാനുണ്ട്. നീ വരേണ്ട ആവശ്യമില്ലാതെ പൈസ നേരത്തെ കുളമ്പൽ അടിക്കുന്നു. അത് പ്രകൃതി വിളിച്ചിട്ട് ഇതിങ്ങനെ തങ്കാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല. ശരി, അല്ല കുഴപ്പമില്ല. ഞാൻ ഇല്ല അങ്ങനെ തരില്ല. അതാണ് ഇത്
നമ്മൾ ഡോക്യുമെന്ററി ആയിട്ട് അങ്ങനെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ TV. കുറെ സ്വിച്ചൊക്കെ ഉണ്ട് കണ്ടോ, നല്ല പാട്ടൊക്കെ കൂട്ടാൻ തിരിപ്പിച്ചാൽ മതി. ഹേ 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 രസമുണ്ട്. ഇവന്റെ കയ്യിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കണ്ടോ, ഇവിടെയൊക്കെ സ്വിച്ച് കിട്ടുന്നുണ്ട് മോനെ. കൂടെ പോണവരുടെ കംഫർട്ട്. ഇവരൊക്കെ വണ്ടി വളഞ്ഞപ്പോ ലിപ്ലോക്കൊക്കെ അടിച്ചിട്ടായിരിക്കും. വളവല്ലേ ആ കാണാത്തത്. സീറ്റിൽ നമുക്ക് AC ഒക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയും പറയും ഇവൻ. ഗിയറൊക്കെ പട്ടപ്പട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ എന്താ പ്രശ്നമുണ്ട്? പൊതുവെ ഓട്ടോമാറ്റിക്സ് പറഞ്ഞാണോ, ബാക്കിയുള്ള ഓട്ടോമാറ്റിക്സ് ആണെങ്കിൽ ഒരു ലാഗ് ഉണ്ടാവും. ഇത് നമ്മൾ ടാപ്പ് ചെയ്താ 4 3 2. ഗൈസ് ഇത് നമ്മുടെ കാർ, പക്ഷേ എനിക്ക് ഇത് ഇത്ര അങ്ങോട്ട് റിയൽ അല്ല, കാരണം നമ്മുടെ കാർ കറുപ്പാണ്, ഇതിൽ വെള്ളേ കാണുന്നത്. ഇപ്പം ഗെയിമൊക്കെ കളിക്കുന്നത് നോക്കി കാണാം. അവനൊക്കെ എന്താ കളിക്കുന്നത്? ഞാനിപ്പോ മരിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ വ്ളോഗ് തെളിവായി ഉണ്ടാവുമല്ലോ. ഇവനായിരുന്നു ഗൈസ് ഇത്രയും നേരം നമ്മുടെ വീഡിയോഗ്രാഫർ ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തു. അയ്യോ ഹൈപ്പർ എപ്പോഴും ബൈക്കുകളുടെ റിവ്യൂ ചെയ്തിട്ട് കാറിന്റെ റിവ്യൂ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടിനെ കുറിച്ച് അറിയില്ലല്ലോ. അതുകൊണ്ട് കണ്ടപ്പോ കളറൊക്കെ മാറ്റുണ്ട്. നമുക്ക് പിങ്ക് ചെയ്തോണ്ട് പിങ്ക് ആക്കി. അതെ, ഇയാള് കളറിസ്റ്റ് ആണ്. ഈ വയലറ്റ് ആണ്ട് പിങ്ക് എന്നൊക്കെ വിളിച്ചിട്ട് കളർ ചെയ്യാൻ കൊടുക്കരുത്. അതെ, ഇതുവരെ അയാൾക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ മാത്രമല്ല, വേറെ ആരും കൊടുത്തിട്ടില്ല. കണ്ട ഗൈസ് കുറെ ലൈറ്റ് ഉണ്ട്. നമ്മൾ 120 രൂപ ഇനി മാൽ ബൾബ് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ 3 C, ഇവിടെ എവിടെ അത് കാണിക്ക്, ഇവിടെ ഒന്ന്, ഇതിന്റെ ഉള്ളില് 180 വാട്ടിന്റെ അഡാപ്റ്റർ ഉണ്ട്. ചാർജ് ഒരിക്കലും പോവില്ല. വയർലെസ് ചാർജിങ് പാഡ് അതുകൊണ്ട് വയർലെസ് ചാർജിങ് പാഡും ഉണ്ട്. ഗൈസ് വാഷിംഗ് മെഷീന്റെ കുറവ് മാത്രമേ ഉള്ളൂ, ഇത് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ വെൽക്കം ആനിമേഷൻ ആണ്. ഫുൾ LED ലൈറ്റ്സ് ആണ്. ഇത് ടോപ്പ് എൻ GTX A എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇതാണ് ടോപ്പ് എൻ വേരിയന്റ്. ഇതിൽ വരുന്നത് ത്രൂ ഔട്ട് LED ലൈറ്റ്സ് ആണ്. അതിലപ്പോൾ വെൽക്കം ആനിമേഷൻ ഉണ്ട്. ഫ്രണ്ട് പലർക്കും ഇഷ്ടമാവുന്നില്ല എന്നുള്ളൊരു പരിപാടി ഭയങ്കര പോളറൈസിങ് ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആദ്യം തൊട്ട് തന്നെ ഇഷ്ടമായി, അതുകൊണ്ട് ഞാനെടുത്തു. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കിടിലും വണ്ടിയാണ്. ചെക്കൻ പറയുന്നത് കേട്ടോ, ചെക്കന് ബുദ്ധിയുള്ള ചെക്കനാണ്. ചെക്കൻ പറയുന്നത് കേട്ടാൽ മതി. ആരെങ്കിലും വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ശരി, ഇനി അടുത്ത വ്ളോഗിൽ കാണാം.